കോമ്പറ്റേറ്റീവ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു സെക്ടറിലെ മത്സര തീവ്രത ആ സെക്ടറിലെ പ്രൊഡക്ട്സുകളുടെയും സേവനങ്ങളുടെയും കുറച്ച് വില കുറയ്ക്കുകയും അത് കൂടുതൽ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആക്കുകയും ആ പ്രൊഡ്യൂസേഴ്സിന്റെ ലാഭത്തിന് കുറച്ച് കുറവ് വരുത്തും എന്നുള്ളതാണ് ഒരു എക്കണോമിക്സിലെ ഒരു സാമാന്യ നിയമം. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നിങ്ങൾ ഒരു ആപ്പിളിന്റെ ഒരു പ്രൊഡക്ട്സ് കൺസിഡർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫെവിക്കോൾ എന്നൊരു പശയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ അവിടെ ഈ പറഞ്ഞ കോമ്പറ്റീഷനിൽ നിന്ന് ഈ പറഞ്ഞ കമ്പനിയെ സംരക്ഷിച്ചു നിർത്തുന്ന ചില പ്രത്യേക സവിശേഷതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ നിന്ന് ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനെ സംരക്ഷിച്ചു നിർത്തുന്ന ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഈ എക്കണോമിക് മോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എക്കണോമിക് മോഡ്സിനെ കുറിച്ചിട്ടാണ്. എക്കണോമിക് മോഡ്സിന്റെ ഡെഫിനിഷൻ, പലതരത്തിലുള്ള എക്കണോമിക് മോഡുകളെ കുറിച്ച് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഇതിന് സമാനമായ ചില റിലേറ്റഡ് ആയിട്ടുള്ള ചില വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യും. എക്കണോമിക് മോഡ്സുകൾ നമ്മൾ അറിഞ്ഞത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ഈ പറഞ്ഞ നിക്ഷേപനം ഉണ്ടാകാം, അത് ഏതെല്ലാം തരത്തിൽ ഈ വാല്യുവേഷൻ അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഇൻഫോൺട്രി. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് പ്രവീഷ്. ഇപ്പൊ 1980-കളിൽ വാരൻ ബഫറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഷെയർ ഹോൾഡർ ലെറ്റേഴ്സിലൂടെ ഈ എക്കണോമിക് മോഡ് എന്ന വാക്ക് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ എക്കണോമിക് മോഡ്സിന് സ്റ്റാൻഡേർഡ് ആയിട്ട് പുള്ളി പറഞ്ഞ കുറച്ച് സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ സ്വിച്ചിങ് കോസ്റ്റ്, നെറ്റ്വർക്ക് എഫക്ട്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്നൊക്കെ തരത്തിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞുള്ള ചില ഫിനാൻഷ്യൽ റിസർച്ചിൽ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ റിസർച്ച് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള റിലേറ്റഡ് വാക്കുകളൊക്കെ പറയാം. അപ്പൊ അതിൽ എൻട്രി ബാരിയർ അത്തരത്തിലുള്ള ഒരു വാക്കാണ്. പിന്നെ റൈറ്റ് ടു വിൻ എന്നുള്ള ഇപ്പൊ ചില ഏണിംഗ് ഗോൾസിലൊക്കെ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അവർ പുതിയ സെഗ്മെന്റിൽ അവർ ഓപ്പൺ ആകുന്ന ബിസിനസിന്റെ അവർക്ക് അത് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാനുള്ള കഴിവുകൾ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അതിനകത്തോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ഡെഫിനിഷൻസ്, അതായത് മോട്ടുകളുടെ വ്യത്യസ്ത തരം മോട്ടുകളുടെ ബേസിക് ഡെഫിനിഷൻസിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. ഈ മോട്ടിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് എഫക്ട് എന്നൊരു മോട്ടാണ്. ഇപ്പൊ നെറ്റ്വർക്ക് എഫക്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കാം. ഇപ്പൊ യൂട്യൂബിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇപ്പൊ യൂട്യൂബിൽ കുറച്ച് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കാണാൻ നിങ്ങൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളെ പോലുള്ള അനവധി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ പറഞ്ഞ യൂട്യൂബിലോട്ട് വരികയാണ്. അപ്പൊ യൂട്യൂബിന്റെ ബിസിനസ്സിന് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് പോലെയാണ്. അതായത് വ്യൂവേഴ്സ് കൂടുന്നു, മറു സൈഡിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുന്നു, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് വ്യൂവേഴ്സ് പിന്നെയും കൂടുന്നു. അപ്പൊ ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് എഫക്ട്. ഇതേ രീതിയിൽ നമ്മൾ ഫേസ്ബുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടുതൽ സോഷ്യൽ നെറ്റ്വർക്കിന് വേണ്ടി ആൾക്കാരുള്ളത് കൊണ്ട് കൂടുതൽ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി കൂടുതൽ ആൾക്കാർ അതിനകത്തോട്ട് വരുന്നു. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ കുറഞ്ഞ ആൾക്കാരുള്ളത് കൊണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ കോമ്പറ്റീഷൻസിന് ആ ഏരിയയിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ കൺസ്യൂമർ ബേസ് വളരെ ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിൽ തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ നിലനിൽക്കുന്നത് പോലെ കൂടുതൽ യൂസേഴ്സ് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഫേസ്ബുക്കിന് ഇട്ടിട്ട് പോകാൻ ആൾക്കാർക്ക് ഒരു മടി വരുന്നു. അപ്പൊ അതാണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. അപ്പൊ അതാണ് നെറ്റ്വർക്ക് എഫക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്വിച്ചിങ് കോസ്റ്റ് എന്ന മോട്ടിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ സ്വിച്ചിങ് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്, സ്വിച്ചിങ് കോസ്റ്റ് നമുക്ക് ലളിതമായിട്ട് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു ബാങ്കിങ്ങിന്റെ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി ചിന്തിക്കുക. അപ്പൊ അവിടെ ബാങ്കിന് ഈ പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ വിട്ടിട്ട് വേറൊരു ബാങ്കിങ് സോഫ്റ്റ്വെയർ എടുക്കുന്നതിന് മുമ്പ് ബാങ്ക് ചിലപ്പോൾ കൺസിഡറേഷൻസ് നടത്തണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പുതിയ ടെക്നോളജിയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ കൺസ്യൂമേഴ്സിന് അത് വെറുപ്പിക്കലാവോ, അല്ലെങ്കിൽ അവർക്ക് ഇൻകൺവീനിയൻസ് നേരിടുവോ, എത്ര കാലം ഉണ്ടായിരിക്കും ഇതിന്റെ ഡൗൺ ടേൺ, എത്ര സക്സസ്ഫുൾ ആയിരിക്കും ഈ പറഞ്ഞ പുതിയ ടെക്നോളജി. അപ്പൊ ഈ പറഞ്ഞ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കോസ്റ്റുകളെ പറ്റി ഈ പറഞ്ഞ ബാങ്ക് ചിന്തിക്കണം. അപ്പൊ ബാങ്ക് സ്വതവേ ഇപ്പൊ നല്ല രീതിയിൽ നടന്നു പോകില്ല, ഞാൻ എന്തുകൊണ്ട് പുതിയത് എടുക്കണം. അപ്പൊ ചിലപ്പോൾ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും വേറുള്ള ബിസിനസ്സിന് എന്തെങ്കിലും തട്ടം കിട്ടുമെന്നുള്ള പേടി കൊണ്ടിട്ട് ബാങ്ക് അതേ ടെക്നോളജി തന്നെ നിൽക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജി ബാങ്കിന് വിറ്റ ആ കമ്പനിക്ക് അതൊരു സ്വിച്ചിങ് കോസ്റ്റ് മോട്ടാണെന്ന് പറയാം. അപ്പൊ അതാണ് ലളിതമായിട്ട് പറഞ്ഞ ഈ സ്വിച്ചിങ് കോസ്റ്റിന്റെ മോട്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷനെ പറ്റി സംസാരിക്കാം. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ നല്ലൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഗൂഗിൾ തന്നെ. ഇപ്പൊ ഗൂഗിള് എല്ലാവരുടെയും സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എല്ലാവരുടെ മൊബൈൽ ഡിവൈസസിൽ നമ്മളെല്ലാം ആക്സസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പാണ്. അപ്പൊ ഈ പറഞ്ഞ ഗൂഗിളിന്
എല്ലാ വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന്റെ ഗുണം കൊണ്ട് തന്നെ ചില AI-യുടെ ഒരു LLM-ലോ അവർക്ക് സെർച്ച് കൊടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞ ഗൂഗിളിന്റെ നാനാമത്തുള്ള പേജുകളിലും ചിലപ്പോൾ ആക്സസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ കോമ്പറ്റീഷൻസിൽ നിന്ന് കുറച്ചൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിലനിൽക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറയാം. അപ്പൊ അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു മോട്ട്. ഡിസ്ട്രിബ്യൂഷനെ പറ്റി പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജിന്റെ കാര്യം പറയാം. അപ്പൊ ഈ കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന മോട്ട് ബേസിക്കലി ഇപ്പൊ ഒരു പ്രത്യേക തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ടെക്നോളജിയുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ സൈസ് കൊണ്ടൊക്കെ ഒരു ലോ കോസ്റ്റ് പ്രൊഡ്യൂസർ ആകാൻ ഒരു കമ്പനിക്ക് കഴിയുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ അവിടെ നടക്കുന്ന എന്തുവാണ്, അപ്പൊ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിതരണം ചെയ്യാനോ കമ്പനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനീസ് നോക്കുമ്പോഴേക്കും ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കമ്പനിക്ക് കുറഞ്ഞ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും, വിതരണം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നു. ആ ഒരു കാരണം തന്നെ മറ്റുള്ള കോമ്പറ്റീഷൻസ് അവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഷെയർ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഡിമാർട്ടോ അല്ലെങ്കിൽ റിലയൻസ് സ്മാർട്ട് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ കുറഞ്ഞ വിലക്ക് വിൽക്കാൻ ഈ പറഞ്ഞ സപ്ലൈസ് തയ്യാറാകും. കാരണം അവരുടെ ടേൺ ഓവർ കൂടും, അവർക്ക് കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ പറ്റും. ഇപ്പൊ റിലയൻസ് സ്മാർട്ടിനോ അല്ലെങ്കിൽ ഡിമാർട്ടിനൊക്കെ. അപ്പൊ ആ ഒരു കാരണം കൊണ്ടിട്ട് അവർക്ക് കുറഞ്ഞ വിലക്ക് ഈ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് സാധന സാമഗ്രികൾ കിട്ടുന്നു. ആ സാധന സാമഗ്രികൾ കുറഞ്ഞ വിലക്ക് അവൈലബിൾ ആയതുകൊണ്ട് അവിടേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വീക്കെൻഡ് ഷോപ്പിങ്ങിനോ അല്ലാതൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ അതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വിതരണം കൊണ്ടിട്ട് തന്നെ ഈ കമ്പനിക്ക് കിട്ടുന്ന ഒരു മോട്ടാണെന്ന് പറയാം. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മോട്ടാണ് പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. ഉദാഹരണത്തിന്റെ ഒരു പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ കേസിൽ അവിടെ ഈ കോമ്പറ്റീഷനുകളിൽ നിന്ന് ഡ്രഗ് കമ്പനി അല്ലെങ്കിൽ ആ പറഞ്ഞ ഡ്രഗിന്റെ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് ആ ഒരു പേറ്റന്റ് ആണെന്ന് പറയാം. അപ്പൊ പേറ്റന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ഈ പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോട്ടിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു 5 മോട്ടിന്റെ ഒരു ഡെഫിനിഷൻസ്. അപ്പൊ ഈ പറഞ്ഞ മോട്ടുകൾ നമ്മൾ അറിയുമ്പോഴത്തേക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിന്നീട് വന്ന ഫൈനാൻഷ്യൽ റിസർച്ചിലോ അല്ലെങ്കിൽ പിന്നീട് വന്ന ഫൈനാൻഷ്യൽ ഡിസ്കഷനിലെല്ലാം ഉരുത്തിരിവായ ചില വാക്കുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അതിലൊരു വാക്കാണ് എൻട്രി ബാരിയർ. ഇപ്പൊ എൻട്രി ബാരിയർ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു സെക്ടറിലോട്ട് പുതുതായിട്ട് കടന്നു വരാൻ തന്നെ കമ്പനികൾക്ക് ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുന്ന ചില റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ ആ റെസ്ട്രിക്ഷൻസിനെ നമ്മൾ ബ്രോഡായിട്ട് നമ്മൾ എൻട്രി ബാരിയർ എന്ന് വിളിക്കും. അപ്പൊ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും ചില സമയത്ത് ഈ എക്സസ് ആയിട്ടുള്ള റെഗുലേഷൻസ് തന്നെ ഈ പറഞ്ഞ ഒരു എൻട്രി ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് കെയർ എന്നൊരു മേജർ സെക്ടറിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ ഹെൽത്ത് കെയറിൽ തന്നെ ഇപ്പൊ 2 സെക്ടറിൽ സബ് സെക്ടർ നോക്കിയാൽ ഹോസ്പിറ്റൽസ് ഒരു സെക്ടറാണ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് ഒരു സെക്ടറാണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക്സിനേക്കാളും കൂടുതൽ എൻട്രി ബാരിയർ ഉള്ള ഒരു ബിസിനസ് ആണ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റൽസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി റെഗുലേഷൻസ് കുറെ കൂടെ ടൈറ്റ് ആണ്. അപ്പൊ അവിടെ റെഗുലേഷൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഡയഗ്നോസ്റ്റിക്സിനേക്കാളും എൻട്രി ബാരിയർ കൂടിയ ബിസിനസ് ആണ് ഈ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ടൈം ഒരു എൻട്രി ബാരിയർ ആകാം. ഇപ്പൊ ഒരു കോപ്പർ മൈനിങ് കമ്പനി അല്ലെങ്കിൽ ഒരു നോൺ ഫെറസ് ആയിട്ടുള്ള ഒരു മൈനിങ് കമ്പനി നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു മൈനിങ് ലൈസൻസ് കിട്ടാൻ അപ്ലൈ ചെയ്തിട്ട് അത് മൈനൊക്കെ സെറ്റപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10-12 വർഷം ആകുമ്പോഴത്തേക്ക് അത്രയും കാലം കാത്തിട്ട് കിടക്കേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് കൂടുതൽ കമ്പനീസ് ആ ഒരു റൂട്ട് പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. അവിടെ ടൈം എന്നൊരു ഫാക്ടർ അവിടെ ഒരു എൻട്രി ബാരിയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ടൈം എന്ന എൻട്രി ബാരിയറിന് ചില കേസിൽ ചില ഡിസ്കഷൻസിൽ ടൈം മോട്ടായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നത് റൈറ്റ് ടു വിൻ എന്നൊരു വേർഡാണ്. അപ്പൊ ഈ റൈറ്റ് ടു വിൻ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി ഒരു പുതിയ സെഗ്മെന്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിലോട്ട് കടക്കുമ്പോഴെല്ലാം ഇൻവെസ്റ്റേഴ്സ് അവരുടെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ബിസിനസ് സക്സസ് ആവും നിങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ അവർ പറയും, ഇപ്പൊ ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഓണേഴ്സിന് ഇന്ന സെഗ്മെന്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സപ്ലൈസുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളുടെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ സെഗ്മെന്റിലോട്ട് കയറാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് റൈറ്റ് ടു വിൻസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാണാം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മോട്ടുകളും എൻട്രി ബാരിയറും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ബഫറ്റിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മോട്ട് എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. അപ്പൊ ഈ എൻട്രി ബാരിയർ എന്ന് വിളിക്കുന്നത് ഒരു സെക്ടറിലോട്ട് കടന്നു വരാൻ തന്നെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ്. മറിച്ച് മോട്ട് എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസിന്റെ
അവർക്ക് കോമ്പറ്റീഷനിൽ നിന്ന് അവരുടെ പ്രോഫിറ്റബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ എൻട്രി ബാരിയർ ആ സെക്ടറിലോട്ട് കടന്നു വരാൻ തന്നെയുള്ള റെസ്ട്രിക്ഷൻ ആകുമ്പോൾ കടന്നു കഴിഞ്ഞാലും ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസിന്റെ കഴിവ് കാരണം അവർക്ക് ഈ പറഞ്ഞ കോമ്പറ്റീഷന് വ്യത്യസ്തരാക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മോട്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ എൻട്രി ബാരിയർ അല്ലെങ്കിൽ മോട്ടുകൾ അറിഞ്ഞിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തിന് സംസാരിക്കാം. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നേരത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു മോട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ മോട്ട് എല്ലാ തരത്തിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു മോട്ടായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഹൈ ROCE അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റബിലിറ്റി പ്ലസ് അത്ര കണ്ട് സ്ട്രോങ് അല്ലാത്തൊരു മോട്ടർ ഉള്ള ഒരു കമ്പനിയുടെ ഒരു കേസ് പറയാം. ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യം എടുക്കുക. അവർക്ക് ഒരു 11-12% വോളിയം ഗ്രോത്തിൽ ഈ പറഞ്ഞ ഡെക്കറേറ്റീവ് പെയിന്റ്സ് വിറ്റ് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് 2023 വരെയെങ്കിലും. ഈ പറഞ്ഞ അത് കഴിഞ്ഞ് കൂടുതൽ പ്ലേയേഴ്സ് ആ സെക്ടറിലോട്ട് എൻ്റർ ആകുന്നു. ആദിത്യ ബിർള വരുന്നു, പല പല കോമ്പറ്റീഷൻസ്, അവരെല്ലാം വലിയ വലിയ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യുന്നു, പറഞ്ഞ മാർക്കറ്റ് എൻട്രി എടുക്കുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും ROCയും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഇപ്പൊ പ്രോഫിറ്റബിലിറ്റി കൂടിയൊരു ബിസിനസ് ആണ്. 30-35% ROCE ഉണ്ട്. അവിടെ വോളിയം ഗ്രോത്ത് ഉണ്ട്, ഡിമാൻഡിനും പ്രശ്നമില്ല. അപ്പൊ അവിടെ 35 ROCE ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ പുതിയ എൻട്രൻസിന് അല്ലെ പുതിയ കമ്പനിക്ക് 35 ROCE കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർക്ക് 20 ROCE കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ കൂടെ അത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന പൈസക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ട് നിങ്ങൾ ഇത്രയും പൈസ എടുത്തു, പക്ഷെ എന്റെ പെയിന്റ് മാർക്കറ്റിൽ എത്തണം. ഈ 35 ROCE ഒരു ഏഷ്യൻ പെയിന്റ് ഒരു ബാധ്യതയാണ്. ഹയർ ROCE ഉള്ള ബിസിനസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ട് വരികയാണ്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ കുറച്ച് കൂട്ടി കൊടുത്തിട്ട് അവർ പറഞ്ഞ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൊണ്ടിട്ട് അവർ മാർക്കറ്റ് കുറച്ച് കൈയടക്കുകയാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ. ഇതേ രീതിയിൽ നമ്മൾ ഇനി റിസ്കിനെ പറ്റി പറയാം. കുറഞ്ഞ മോട്ടറുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിനെ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പൊ ഇപ്പോഴും നിലവിൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ കൂടെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു മോട്ടറുള്ള ഒരു സെഗ്മെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. ഏത് സമയത്തും ഒരു കോമ്പറ്റീറ്റർ അങ്ങോട്ട് വരാം. കോമ്പറ്റീറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക്സ് പോലെ എക്സസീവ് കോമ്പറ്റീഷൻ, പ്രൈസിന്റെ വിലയും കുറയും, പ്രൊഡ്യൂസറിന്റെ ലാഭവും കുറയും. അപ്പം ഇനി നമുക്ക് പറയാൻ പറ്റുന്ന വാല്യുവേഷന്റെ ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ മോട്ടും വാല്യുവേഷനും നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ജഡ്ജ് ചെയ്യാം. ഇപ്പൊ മോട്ടുള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ എൻട്രി ബാരിയർ ഉള്ള ബിസിനസ്സുകൾക്ക് സ്വതവേ മാർക്കറ്റ് കൊടുക്കാറുള്ള ഒരു അല്പം പ്രീമിയം വാല്യുവേഷൻ ആണ്. ഇപ്പൊ ഫെയർ വാല്യൂ സാധാരണഗതിയിൽ ആ സെഗ്മെന്റ് ഇത്രയാണെങ്കിൽ ആ പറഞ്ഞ എക്കണോമിക് മോട്ടിന്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എൻട്രി ബാരിയറിന്റെ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ട് കുറച്ചുകൂടെ വാല്യുവേഷൻ നിങ്ങൾ ഈ പറഞ്ഞ വാല്യുവേഷന്റെ കണക്കൂട്ടിൽ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ സമ്മറി. അപ്പൊ മോട്ടുകളെ പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മോട്ട്സ് അല്ലെങ്കിൽ എൻട്രി ബാരിയേഴ്സിന് നിങ്ങൾ ഈ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി, വാല്യുവേഷൻ, റിസ്ക് അസസ്മെന്റിലൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു നിക്ഷേപത്തിന്റെ ഒരു റാഷണൽ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നതാണ്. ഇത് നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഫിനാൻസ് ഡിഗ്രിയുള്ള ആൾക്കാർക്ക് ഒരു തെറ്റ് പറ്റാവുന്ന ഒരു ഏരിയയാണ്. കാരണം ഇതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെട്രിക് ആണ്. ആ ഏരിയയിലുള്ള കുറച്ച് എക്സ്പെർട്ടൈസ് വേണം. ആ പറഞ്ഞ പ്രൊമോട്ടേഴ്സിന്റെ ഇന്റന്റ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ അവർ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ജഡ്ജ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. ഡയറക്റ്റ് നിക്ഷേപം നടത്തുന്ന ഒരു നിക്ഷേപകൻ അതുകൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സമ്മറി. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു നല്ലൊരു ഫിനാൻഷ്യൽ കണ്ടന്റുമായിട്ട് വരുന്നവരെ ബൈ.